ആണ് പെണ്ണ് എന്നത് രണ്ടു വർഗമാണ് മനുഷ്യനിലെ എക്സ് ആൻഡ് വൈ. എക്സും വൈയും എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക? എന്താണ് ചെയ്യുക? ഇവിടെ വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ ആളില്ലാതെ പോയി. ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിഷയങ്ങളെ രാവിലെ പകലെന്നും പകലിനെ രാവെന്നും ഒക്കെ അട്ടിമറിക്കുന്ന കാലം. ചൂടേറിയ ചർച്ച ആണും പെണ്ണും തുല്യാണ്. എന്നാ പിന്നെ ആണ് പെണ്ണെന്നൊക്കെ പറയണത് സംവരണത്തിന്റെയും ആനുകൂല്യങ്ങളുടെയും ഒക്കെ പേരിൽ ഒരുപാട് ചർച്ചകൾ. ഞാനതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. എന്റെ മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മൾ വിഷയങ്ങളെ മതത്തിന്റെ ഭാഷയിൽ മനസ്സിലാക്കാനുള്ള പക്വത വേണം. അത്രയും മതി. മേപ്പുരയില്ലാത്തവനെ തീപ്പൊരി ഭയക്കണ്ട എന്ന് പറഞ്ഞതുപോലെ ബൗണ്ടറി നിശ്ചയിക്കപ്പെടാത്തവനെ എങ്ങോട്ടും ഗോളടിക്കാലോ, എങ്ങോട്ടും എന്തും പറയാമല്ലോ. ഒരു മതവിശ്വാസിക്ക് മതത്തിന്റേതായ ഒരു സർക്കിൾ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവന്റെ താല്പര്യത്തിനനുസരിച്ച് വെട്ടിത്തിരിക്കാനും വെട്ടിപ്പിടിക്കാനും ഒന്നും കഴിയില്ല. മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള ബോധമുണ്ടാകണം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സ്ത്രീകളുടെ രംഗപ്രവേശനം കൊണ്ട് എന്തെല്ലാം ദുരിതങ്ങളുണ്ടായി, ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ടായി. എത്രയെത്ര ബാല്യങ്ങൾ താരണ്യം കിട്ടേണ്ട മാതാവിന്റെ ചൂട് കിട്ടാതെ നിലവിളിക്കുകയാണ്. ആ കുട്ടികൾക്കില്ലേ ചില അവകാശങ്ങൾ? ആ കുട്ടികൾക്കില്ലേ ചില അവകാശങ്ങൾ? അതിനുവേണ്ടി ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കാൻ ആരുമില്ല. പെറ്റ അമ്മ, പെറ്റ ഉമ്മ, പെറ്റ മാതാവ് ആ കുഞ്ഞിനെ ആരെയും ഏൽപ്പിച്ചിട്ട് ഇറങ്ങി നടക്കുകയാണ്. ആ കുട്ടിയുടെ ഓരോ കരച്ചിലുമുണ്ട്, എനിക്ക് ചൂട് തരേണ്ട എന്റെ മാതാവ് എവിടെ? അതാരും കേൾക്കാത്തത് എന്തുകൊണ്ട്? അത് കേൾക്കാൻ ഇവിടെ ആളുകളില്ലേ? ആ കുഞ്ഞുങ്ങൾക്കുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ ആ ഒരു അവകാശം വകവെച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വൃദ്ധസദനങ്ങളിൽ കിടന്ന് ഞാൻ പ്രസവിച്ച കുഞ്ഞെവിടെയെന്ന് നിലവിളിക്കുകയാണ്. ഞാൻ ജന്മം നൽകിയ എന്റെ മകനെവിടെ? എന്റെ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അവന്റെ കുട്ടിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് വൃദ്ധസദനങ്ങളിൽ നിന്ന് പ്രായമുള്ളവരെ നിലവിളിക്കുകയാണ്. അവരും നേരത്തെ ഒരു നിലവിളി കേൾക്കാതെ പോയി. ജന്മം നൽകിയ കുഞ്ഞിനെ ആരെയോ ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ആരെയും ഏൽപ്പിക്കാതെ അവന് വേണ്ട അവകാശങ്ങൾ നൽകാതെ നടന്നപ്പോ ഭാഷ കൊണ്ട് പറയാൻ അറിയില്ലായിരുന്നു. ഒരു കരച്ചിൽ നടത്തിയിരുന്നു. അതിലൊരു ചോദ്യമുണ്ടായിരുന്നു, എന്നെ നൊന്തുപറ്റ അമ്മേ, എനിക്കുള്ള അവകാശം എവിടെ? അത് നൽകാൻ മറന്നുപോയവർ ഇന്നിതാ അവകാശം ലഭിക്കാതെ കരയുകയാണ്. ഇങ്ങനെയാണ് ലോകത്തിന്റെ എല്ലാം അട്ടിമറിഞ്ഞ് കാര്യങ്ങളെല്ലാം തലകീഴായി സഞ്ചരിക്കുന്ന ഒരു ലോകം. ഇവിടെ നേർവഴിയുടെ സംഗീതമുയർത്താൻ ആള് വേണം. നന്മയുടെ വഴികൾ പറഞ്ഞു കൊടുക്കാൻ ആള് വേണം. നല്ലതിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ആള് വേണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് സ്ത്രീകൾക്ക് ഏറ്റവും അവകാശം കൊടുത്ത നേതാവാണ്. കാരണം നബിതങ്ങളുടെ മക്കയിൽ പ്രബോധനം തുടങ്ങുന്ന സമയത്ത് പെൺജന്മങ്ങൾക്ക് മൂല്യമുണ്ടായിരുന്നില്ല. അവരെ കുഴിവെട്ടി മൂടിയിരുന്ന ഒരു കാലത്ത് 4 പെൺമക്കളുടെ പിതാവെന്ന പേരിൽ അഭിമാനം കൊണ്ട നേതാവാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അന്ന് അറബ് നാട്ടിലൊരു പെൺകുട്ടി ജനിച്ചാൽ തലയും കുടിച്ച് നടക്കുക, എന്റെ ഭാര്യ വെച്ചത് പെണ്ണായി പോയല്ലോ. അങ്ങനത്തെ ഒരു കാലത്താണ് എനിക്ക് 4 പെൺമക്കളാണ്, അവരെ സംരക്ഷിച്ച് പരിപാലിച്ച് വിവാഹം ചെയ്ത് നല്ല ജീവിതം കൊടുത്താൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ 3 പെൺമക്കളുള്ള വാപ്പ ചോദിച്ചു, 3നും അതെ കിട്ടുന്നു. അങ്ങനെ പെൺമക്കളെ പോറ്റി വളർത്തി അവർക്ക് വേണ്ട ശിക്ഷണം നൽകി അവർക്ക് നല്ല കുടുംബജീവിതം നൽകിയാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചരക്കായി കിടന്ന പെണ്ണിനെ, എടോ നീ ഇന്നലകൾ കുഴിച്ചു മൂടിയ പെണ്ണില്ലേ, ആ പെണ്ണിനെ നിനക്ക് വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹമൂല്യം അങ്ങോട്ട് കൊടുക്കണം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ സ്ത്രീധനം പെരുകിയത് നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പമാണ്. ഇന്നും അറബ് നാടുകളിൽ പോയാൽ ആൺകുട്ടികൾ പിരിവ് നടത്തുക കല്യാണം കഴിക്കാൻ വേണ്ടി.
അവിടെ കൊമരന്മാരെ കെട്ടിക്കാനാണ് അവിടുത്തെ ചാരിറ്റി സംഘടനകൾ. നമ്മുടെ നാട്ടിൽ കൊമരികളെ കെട്ടിക്കാനാണ്. ഇസ്ലാമിക വ്യവസ്ഥയിലുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ചാരിറ്റി സംഘടനകൾ, അവിടുത്തെ റെഡ് ക്രസന്റ് പോലെയുള്ള സംഘടനകൾ യുവാക്കൾക്ക് ഡൊണേഷൻ നൽകുക. മോനെ നീ ഒരു പെണ്ണ് കെട്ടിക്കൊള്ളാൻ. അതുകൊണ്ട് മക്കയിലും മദീനയിലും അടക്കമുള്ള അറബ് രാജ്യങ്ങൾ, സൗദിയിലും UAE ഒക്കെ ഒരാൾക്ക് 1-2 പെൺമക്കൾ ജനിച്ചാലോ അയാളുടെ ഗമം കൂടി. കാരണം ആളുകൾ പൈസ കൊണ്ടുവന്ന് ക്യൂ നിൽക്കും, നിങ്ങളെ മോളെ കെട്ടിച്ചു ചോദിച്ചു. നമ്മുടെ നാട്ടിലോ 1 ജനിച്ച പെണ്ണ്, 2 ജനിച്ച പെണ്ണ്, 3 ജനിച്ച പെണ്ണ്, ഇനി എവിടെയെങ്കിലും ചാടി മരിക്കുന്നേ നല്ലത്. ഈ ഗതിയിലേക്ക് എത്തിയില്ലേ നമ്മുടെ സാമൂഹിക സിസ്റ്റം? ഇവിടേക്ക് എത്തിയില്ലേ നമ്മുടെ സമ്പ്രദായങ്ങൾ? അവ ഇസ്ലാം ലോകത്തോട് പറഞ്ഞത് സ്ത്രീ തന്നെ ഒരു ധനമാണ്. ഈ സ്ത്രീധനത്തെ നിയമപരമായി നിയന്ത്രിക്കാൻ തന്റെ ഇടമില്ലാത്ത ഇവിടുത്തെ ഭരണകൂടങ്ങളും വ്യവസ്ഥിതികളുമാണോ സംവരണത്തിന് വേണ്ടി കൊലവിളി കൂട്ടുന്നത്? ആദ്യം അവർക്ക് ജീവാവകാശം കൊടുക്ക്, ആദ്യം അവർക്ക് ജന്മാവകാശം കൊടുക്ക്, ആദ്യം അവർക്ക് വേണ്ടതെല്ലാം കൊടുക്ക്. അടിവയറ്റിൽ വളരുന്നത് പെണ്ണാണെങ്കിൽ കൊന്നുകളയാൻ ഒരുപാട് ലൂപ്പ് ഹോളുകളുള്ള ഒരു ഭരണവ്യവസ്ഥിതി അല്ലെങ്കിൽ നാട്ടില് ആര് പഞ്ചായത്ത് ഭരിക്കണമെന്ന് ചോദിച്ചുകൂടെ മത്സരിക്കുക. ആദ്യം അടിവയറ്റിൽ ജനിക്കുന്നത് പെണ്ണാണെന്ന് പറഞ്ഞാൽ അഭിമാനിക്കാനുള്ളൊരു സാമൂഹിക സിസ്റ്റം ഉണ്ടാക്കുന്നത്. അതുണ്ടോ നമ്മുടെ കേരളത്തിൽ? അതുണ്ടോ നമ്മുടെ നാട്ടിൽ? അതുണ്ടോ? ആ ഗർഭം പേറിയ പെണ്ണിന് പോലും അടിവയറ്റിലെ പെണ്ണിനോട് അവജ്ഞയാണ്. സമത്വമില്ല. സ്വന്തം ഇനത്തിൽപ്പെട്ടതാണ് വളരുന്നതെന്നറിഞ്ഞാൽ പെണ്ണിന് പേടി. ഇവിടെ 10 സീറ്റ് പെണ്ണിന് കൊടുത്തോണ്ട് ലിംഗസമത്വം ഉണ്ടാവണമെന്ന് പറഞ്ഞ് ചാനൽ ചർച്ചകളും ബഹളകുലുമാലികളും ഉണ്ടാക്കുന്നവർ ഏത് സാമൂഹിക സിസ്റ്റത്തിന്റെ ജന്മികളാണ്? ഏത് സമ്പ്രദായത്തിന്റെ വക്താക്കളാണ്? കാര്യങ്ങളെ വിലയിരുത്താൻ ആളുകളില്ല. ഏതോ ചില താൽപര്യങ്ങൾക്ക് വേണ്ടി കടിച്ചു കീറുന്ന സമ്പ്രദായങ്ങൾ. ഇവിടുത്തെ മീഡിയകൾക്കും വേണം കുറച്ചൊക്കെ ധാർമ്മികത. ഇവിടുത്തെ മീഡിയകൾക്കും വേണം കുറച്ചൊക്കെ ധാർമ്മികത. ആളുകൾക്ക് എരിവും പുളിവും നൽകാനുള്ള വിഭവങ്ങൾ ഉണ്ടായാൽ മതി. കേരളത്തിലെ ജനങ്ങൾക്ക് അതൊക്കെ കൊടുത്താൽ ജയിക്കാമെന്ന് മീഡിയകളും മനസ്സിലാക്കിപ്പോയി. കാരണം എന്താ? ഖുശ്വന്ത് സിംഗിന്റെ ഒക്കെ നോവലിന്റെ പരസ്യം വരുമ്പോണ്ടാവും 56 രാജ്യങ്ങളിൽ നിരോധിച്ച കൃതി. അതുകൊണ്ട് ആരും വാങ്ങണ്ടാണ്, എല്ലാരും നന്നായി വാങ്ങിക്കോളൂ എന്നതിന്റെ അർത്ഥം. വൃത്തികേടുകളുടെ അതിപ്രസരം കൊണ്ട് എത്രയോ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ട കൃതി മലയാളത്തിൽ പരസ്യം കൊടുക്കുന്നു ഇന്നത്. കാരണം മലയാളിക്കുള്ള ഇഷ്ടവിഭവമാണ്. ഇതൊക്കെ മാറ്റാൻ നമുക്ക് കഴിയണ്ടേ? ഇതൊക്കെയാണ് സാമൂഹിക അരാജകാവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് മാറ്റിയിട്ട് ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമുഖീകരിച്ച ജനതയിൽ സ്ത്രീജന്മത്തിന് മൂല്യമുണ്ടായിരുന്നില്ല. അവർക്ക് അഭിമാനം നൽകിയിട്ട് ഏതുവരെ എത്തിയെന്നറിയുമോ? പ്രിയമുള്ളവരെ, ലോകത്തെ ഏറ്റവും ധീരന്മാരായ ഭരണാധികാരികളിൽ ഉന്നതിയിൽ നിൽക്കുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കുമ്പോ മഹാനവറുകൾ അവിടുത്തെ സ്ത്രീകളോട് പറഞ്ഞു, അല്ലയോ സ്ത്രീകളെ, നിങ്ങൾ മഹർ കൂടുതൽ ചോദിക്കല്ലേ. അപ്പൊ അവിടുന്ന് ഒരു മഹതി ഒരു ഉമ്മ വന്നിട്ട് ചോദിച്ചു, അല്ലയോ ഉമർ, ഞങ്ങൾക്ക് നൽകിയ അവകാശം നിഷേധിക്കാൻ നിങ്ങളാര്? ക്ഷമിക്കണം, ഞാൻ ഇടപെടുന്നില്ല. ഇത്രയും വലിയ സ്വാതന്ത്ര്യം കൊടുത്തു ഇസ്ലാമിക വ്യവസ്ഥിതി. അറിയുമോ? ഇത്രയും വലിയ സ്വാതന്ത്ര്യം കൊടുത്ത് ഏത് ഇന്നലെ ജനിച്ചപ്പോൾ കുഴിച്ചു മൂടിയിരുന്നത് സ്ത്രീ സംവരണത്തിനും പീഡനത്തിനും മധ്യേ എന്നുള്ള പ്രസംഗമുണ്ട്. ചിലപ്പോൾ അതിന്റെ കോപ്പി ഉണ്ടാവും. ഉണ്ടെങ്കിൽ കഴിവുള്ളവർക്ക് വാങ്ങുവാൻ. സഹോദരന്മാരറിയണം, ഈ നമ്മുടെ സംവരണ ചർച്ചകൾക്ക് ശേഷം മലപ്പുറം ജില്ലയിൽ വെച്ച് സംസാരിച്ച പ്രസംഗത്തിന്റെ CD-യാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്റെ വണ്ടികളുണ്ടെങ്കിൽ നഗരിയിൽ വിതരണം ചെയ്യും. കഴിവുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. നാം അറിയണം സഹോദരങ്ങളെ, ഇതുപോലെ ഓരോ നാട്ടിലും വിവിധങ്ങളായ ചർച്ച നടക്കുമ്പോ 6-ാം നൂറ്റാണ്ടിൽ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന സ്ത്രീജന്മങ്ങൾക്ക് മതപരമായി അവകാശം നൽകി, സ്വത്തവകാശം നൽകി, ജീവാവകാശം നൽകി, ജന്മാവകാശം നൽകി. എന്നിട്ട് ലോകത്തെ മുഴുവനും ആദരണീയയാക്കി സ്ത്രീയെ മാറ്റുകയാണ്.
എന്നിട്ട് പറഞ്ഞു, അല്ലയോ മക്കളെ, നിങ്ങളെ നൊന്തുപെറ്റ് ആറ്റുനോറ്റ് പോറ്റിയ ഉമ്മമാരുണ്ടല്ലോ, അവരുടെ കാൽപാദത്തിന് കീഴിലാണ് സ്വർഗം. അതുകൊണ്ട് കാമാന് അനാദരവുള്ളൊരു വാക്ക് പോലും ഉമ്മയോട് പറയാൻ പാടില്ല. ഇത് പറഞ്ഞതല്ല മതം പ്രായോഗികമായി കൊണ്ടുവന്നു. ഒരു മകൻ വരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. വന്നിട്ട് ചോദിച്ചു, അല്ലയോ ഭരണാധികാരി, എന്റെ ഉമ്മയ്ക്ക് തീരെ വയ്യ, ഞാൻ തോളിലേറ്റിക്കൊണ്ട് നടന്ന് ഈ കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്ത് ഉമ്മാനെ തോളിലേറ്റി ഇവിടെല്ലാം നടന്ന് എന്റെ ഉമ്മയോടുള്ള കടപ്പാട് വീടിയോ? അപ്പൊ പറഞ്ഞു, മോനെ പള്ളയിൽ പേറുന്ന നേരത്തെ ഒരു നേരം അനുഭവിച്ച വേദനയ്ക്ക് തുല്യമായിട്ടില്ല. അവകാശമൊന്നും അങ്ങനെ തീരൂല. ആ ഉമ്മയ്ക്ക് ജീവിതകാലം മുഴുവനും പാദസേവ ചെയ്യണം. മാതൃദേവോ ഭവ എന്നിവിടെയുള്ള പഴയകാല ഹൈന്ദവ സഹോദരന്മാര് പറഞ്ഞതിന്റെ ഒരാശയം അതാണ്. അങ്ങനെ മാതാവിന് കാണിക്കണം ഗുണം, ആദരവ്, ബഹുമാനം. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന മഹനീയമായ ദർശനമാണ്. ഇന്ന് മാതാക്കൾക്ക് മൂല്യങ്ങൾ കാണിക്കാതെ ഒന്ന് മാറി കിളക്കടി തള്ളേ എന്ന് പറയുന്ന ഭാഷ വരെ വന്നുപോയ കാലമാണ്. അപ്പോഴാണ് മാതാവിനെ ആദരിക്കണമെന്ന ദർശനം പ്രവാചകരുടെ ജന്മമാസത്തിൽ എല്ലായ്പ്പോഴും പറയുന്നതിനേക്കാൾ കുറച്ച് ഊർജത്തോടെ പറയുകയാണ്.